ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ദേണ്ട ഒരു മോള് വന്ന് എന്നെ ഓടി വന്ന് പിടിച്ചേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയാണ്. എന്നെ കുറേ ദിവസം കൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ കൊല്ലത്താണ് ആ കുട്ടിയുടെ വീട്. അത് എന്നെ പഠിപ്പിച്ച മലയാളം ടീച്ചറിൻ്റെ കൊച്ചുമോളാണ്. അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നിട്ട് കുറേ പേര് നമ്മൾ കണ്ടായിരുന്നു. അത് വീഡിയോ ഒക്കെ നേരത്തെ ഷോർട്സിൽ ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറേ പേരായിട്ട് സംസാരിച്ച് എൻ്റെ നാടായ കുറേ കൂട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും എല്ലാം കണ്ട് സംസാരിച്ച് അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫാൻസാണ് കുഞ്ഞു പിള്ളേരൊക്കെ. അവരൊക്കെ എൻ്റെ റീൽസ് കണ്ടിട്ടാണ് ചിലപ്പോൾ ചോറൊക്കെ ഉണ്ണുന്നത്. ചിലർ ഉറങ്ങാനൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടിട്ടാണ് ഇങ്ങനെ എൻ്റെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണൊക്കെ ഉറങ്ങുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ചോറൊക്കെ ഉണ്ട് നേരെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലും പിന്നെ ബീച്ചിലൊക്കെ പോയി. പിന്നെ രാത്രി പള്ളിവേട്ട കാണാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗമാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ 24-ാം തീയതി രാവിലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു രാമേശ്വരം ക്ഷേത്രമുണ്ട്, ശിവൻ്റെയാണ്. ശിവനും ശ്രീമുരുകനും ഗണപതി ഭഗവാനും എല്ലാവരും ഉണ്ട് അവിടെ. രാവിലെ തൊഴുതിട്ട് പിന്നെ അമ്മച്ചി വീട് അമ്പലത്തിലും പോയി. പിന്നെ അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. ആനന്ദവലീശ്വരമുണ്ട്, ഗണപതി അമ്പലമുണ്ട്, പിന്നെ പുതിയ കാവ് ദേവി ക്ഷേത്രമുണ്ട്, പിന്നെ ലക്ഷ്മി നടയുണ്ട്. അങ്ങനെ ഒത്തിരി അമ്പലമുണ്ട്. ഞങ്ങളെല്ലാം ഈ കുഞ്ഞുനാളിൽ ഈ അമ്പലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് കോഴി നേർച്ച ഞാൻ പറഞ്ഞില്ലേ, തേജിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി കോഴിയെ നേർന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വഴിപാടൊക്കെ നടത്തി. ഇത് അമ്മച്ചിയുടെ അമ്പലമാണ്. അതൊക്കെ കഴിഞ്ഞ് പായസം അവിടുത്തെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഉണ്ണിയണ്ണൻ. മൂത്തതാണ്, പ്രായത്തിൽ മൂത്തതാണ്, എങ്കിലും ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടുകാരുന്നുണ്ട്. ആ ഉണ്ണിയണ്ണൻ എനിക്ക് ഓടിക്കൊണ്ടുവന്ന് കുറേ പായസവും അവലും എല്ലാം കൂടെ തന്നു. പിന്നെ വേറൊരു കൂട്ടുകാരനാണ് നെയ് പായസം തന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയേ. നെയ് പായസത്തിൻ്റെ അവിടെ ഒരു സ്പെഷ്യൽ നിവേദ്യമാണ് കേട്ടോ. നെയ് പായസം എന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ഗണപതി അമ്പലം കേട്ടോ, കൊട്ടാരക്കുളം ഗണപതി അമ്പലമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കളക്ടറേറ്റാണ്. കളക്ടറേറ്റിന് ചുറ്റും ഇങ്ങനെ അതിൻ്റെ ഇതിലേക്കൂടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നവനീത് ഫോൺ വിളിച്ചു, അവൻ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ വരണേന്ന് പറഞ്ഞു. അങ്ങനെ പോകുകയാണ്. ഇത് സബ് ജയിലാണ്, കളക്ടറേറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള സബ് ജയിലാണ്. അപ്പോൾ നേരെ ഞങ്ങൾ നവനീതിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാണ് പുതിയ കാവ് ക്ഷേത്രം. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ 28 നമ്മുടെ നാരങ്ങ വിളക്കില്ലേ അത് നേർന്ന് ഒരു 10-15 എണ്ണം ആയപ്പോഴാണ് ചേട്ടൻ്റെ ആലോചന വന്നത്. 22 എണ്ണം ആയപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞേട്ടോ. പിന്നെ ബാക്കി ഞാൻ സത്യം പറഞ്ഞ് ഇതുവരെ ബാക്കി ഞാൻ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ടില്ല. പക്ഷേ ദേവിയെ തൊഴാൻ പോകും കേട്ടോ. അപ്പോൾ ആ പുതിയകാവ് അമ്പലത്തിൽ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബ് കുട്ടിയെ കണ്ടേ കുറേ നേരമൊക്കെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ TD അമ്പലത്തിലോട്ട് പോകുവാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പഠിച്ച ഹൈസ്കൂൾ കാണിക്കാൻ മറന്നു. ഇതാ ഞാൻ 3 വർഷം പഠിച്ച ഹൈസ്കൂള് ഗേൾസ് സ്കൂളിലാണ്. തൊട്ട് പുറകെ ഒരു ബോയ്സ് സ്കൂളുണ്ട് കേട്ടോ. ഇതാണ് ഗേൾസ് സ്കൂൾ ഞാൻ പഠിച്ച. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ വന്ന് ഈ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് വരും ഈ ഹൈസ്കൂൾ കേട്ടോ. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ, ഈ ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെയാണ് നടന്നാണ് പോകുന്നത്. അന്ന് ബസ്സൊന്നുമില്ല. ബസ്സുണ്ട്, ഞങ്ങൾ പോകത്തില്ല, അന്ന് പൈസയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ ചായ ഇല്ലായിരുന്നു, പിന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേണ്ട അടുത്ത ദിവസം എല്ലാവരുമായിട്ട് പിന്നെയും വർത്തമാനമാണ് കേട്ടോ. ഞങ്ങളുടെ അപ്പച്ചിയുടെ മക്കളും അല്ലാതെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്നെ വിളിച്ച് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഞാൻ വന്ന് ഇത്രയൊക്കെ ആയതിൽ എനിക്കെന്താ പറയേണ്ടത്? എനിക്ക് നിങ്ങളോടാണ് ഒത്തിരി നന്ദി പറയേണ്ടത്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതും വീഡിയോ എടുക്കാൻ പറ്റുന്നതും. എല്ലാവരും അറിയപ്പെട്ടത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുത് നമ്മുടെ ഈ അമ്പലത്തിൽ വന്ന് ആഹാരവും കഴിച്ച് നവനീനെ വിളിച്ചിട്ട് നേരെ റൂമിൽ പോയി സാരി ഉടുത്തുകൊണ്ട് പിന്നെ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ഇറങ്ങിയപ്പോഴത്തേക്കാണ് വണ്ടിയുടെ അടുത്ത് വരെ എത്തിയതാണ്. അപ്പോഴാണ് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്ന ഒരു മോള് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് കേട്ടോ. പക്ഷേ അവസാനം ഡാൻസ് വന്ന് 11:45 ആയപ്പോഴായിരുന്നു കളിച്ചത്. അവസാനം സാരി അതുകൊണ്ടാണ് ഉടുക്കാൻ പറ്റാത്തത്. ഉടുക്കുകയാണെങ്കിൽ രാവിലെയാണ് സാരി ഉടുത്തുകൊണ്ട് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ മേളം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ചുരിദാറും അതിനൊക്കെ ഇട്ടുകൊണ്ട് വരും. പിന്നെ എനിക്ക് സാരി ഉടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാം ചുരിദാർ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ സാരി ഉടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെണ്ടമേളം തുടങ്ങി പിന്നെ ഇത് കഴിഞ്ഞ് ബാൻഡ് മേളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തുള്ളനാണ് ഇന്നത്തെ പ്രധാനം.
ദേണ്ട് ഇത് അപ്പച്ചിയുടെ മോനാണ്. എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛന് സ്ത്രീധനം തരാനും കല്യാണം നടത്താനൊന്നും പൈസ ഇല്ലാത്തപ്പോൾ ദേണ്ട് ഈ അപ്പച്ചിയുടെ മോനെന്ന് പറഞ്ഞില്ലേ, ആ മോനും എല്ലാവരും കൂടെ സഹായിച്ചാണ് കുറേയൊക്കെ പൈസയും സ്വർണ്ണവും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അന്നും ഇന്നും അവരോട് ഒരു കടപ്പാടാണ്. എന്നുവെച്ചാൽ ഭയങ്കര സ്നേഹമാണ് അവരോട് എനിക്ക് കേട്ടോ. അപ്പച്ചിയുടെ മോൻ മാത്രമല്ല, മരുമക്കളുണ്ട്, പിന്നെ എൻ്റെ മാമനുണ്ട്, മാമിയുണ്ട്. അവരൊക്കെയാണ് കൂടുതലും എന്നെ കല്യാണത്തിന് സഹായിച്ചവരെ. ഞാൻ വന്ന വഴിയൊന്നും മറക്കത്തില്ല. എനിക്ക് ഇന്നും അവരോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എപ്പോൾ കൊല്ലത്ത് പോയാലും അവരെയൊക്കെ വീട്ടിൽ പോകും. അവരെയൊക്കെ ഇപ്പോഴും ഫോൺ വിളിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് മെസ്സേജൊക്കെ തരുന്നുണ്ട്. അവരുമായിട്ടെല്ലാം നല്ല ബന്ധമാണ് ഇപ്പോഴും കേട്ടോ. ചെണ്ടമേളവും ബാൻഡ് ഒക്കെ ഇനി കൊട്ടി കറങ്ങി അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് മണി 6-6:30 ആവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുമുല്ലവാരത്ത് പോയി. തിരുമുല്ലവാരത്ത് മാമിയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അതിനു മുമ്പേ ഈ ബീച്ചിൽ കുറേ നേരം ഇവിടെ വന്ന് ഇരിക്കാറ് പതിവുണ്ട്. എപ്പോൾ വന്നാലും ഇവിടെ ഇരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനും കിടന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ബീച്ചാണെന്നൊന്നും അറിഞ്ഞില്ല, എനിക്കങ്ങ് പേടിയായിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. തലേന്നൊന്നും ഉറങ്ങിയില്ലല്ലോ, എന്ന് വെച്ചാൽ പള്ളിവേട്ടയ്ക്കൊക്കെ പോയപ്പോൾ ഉറക്കമൊഴിഞ്ഞില്ലേ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്നുകൂടെ ഉറങ്ങിയിട്ട് അവിടെ ഗ്യാസും സിലിണ്ടറും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാൽപ്പൊടിയും തേയിലയും പഞ്ചസാര എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നിനക്ക് വേറെ ജോലിയില്ലേ പോകുന്നിടത്തൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കെറ്റിലും എടുത്തായിരുന്നു കേട്ടോ. അപ്പം കെറ്റിൽ വേണ്ട, അവിടെ ചെന്നപ്പോൾ ഏതായാലും സിലിണ്ടർ ഉണ്ട്. നല്ലൊരു ചായ അങ്ങോട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവരും അങ്ങോട്ട് കുടിച്ച് രാവിലെ തലേന്ന് എടുത്ത മാങ്ങയില്ലേ, നമ്മൾ നാടൻ മാങ്ങ, അതെല്ലാം കൂടെ കവറിനകത്തൊക്കെ ആക്കി എല്ലാം അവിടെ അടുക്കി പെറുക്കി വെച്ചു. എന്ന് വെച്ചാൽ നാളെ രാവിലെ ഞങ്ങൾക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴേ കുറച്ച് ജോലികൾ ഒതുക്കി വെച്ച് ചായ കൂടി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ഇപ്പോൾ മണി 6 മണി എങ്ങാണ്ട്, 5:45, 6 മണിയായി കേട്ടോ. ഇപ്പോഴാണ് ആ ബാൻഡ് മേളമൊക്കെ വന്നത്. പിന്നെ പല്ലക്ക് പൂജ, വാഹന പൂജ എല്ലാം കഴിഞ്ഞാണ് ഇല ഇടാറ് പതിവ്. ഈ പ്രാവശ്യം ഇല ഇട്ടപ്പോൾ 8:30 മണിയായി. രാത്രിയിൽ 8:30 മണിക്കാണ് സദ്യ വിളമ്പാൻ തുടങ്ങിയത്. അതുവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും നമ്മളെ ആൾക്കാരൊക്കെ വന്നിരിക്കുമല്ലേ, അങ്ങനെ ഒത്തിരി പേരായിട്ട് പിന്നെയും നമ്മൾ സംസാരവും കഥ പറച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡാൻസ് എന്ന് വെച്ചാൽ കോലടിയാണ്. അപ്പോൾ കോലടി വേറെ ടീമിൻ്റെയാണ്, രാവിലെ കളിച്ചവരല്ല, ഇത് വൈകിട്ട് വേറെ ടീമിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വാഹനപൂജ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 8:30 അപ്പോൾ ഞങ്ങൾ നേരത്തെ സ്ഥലം പിടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. അവിടെ ഷാൾ ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ആ ഷാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇരിക്കത്തില്ല, എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വിളമ്പി നമ്മൾ ചെയ്യുന്ന സാധാരണ കറികൾ കേട്ടോ. ഞാൻ ഈ കേൾക്കുന്നത് ഭജനയാണ്. ആറാട്ട് ദിവസം ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി ഇങ്ങനെ സദ്യ ഉണ്ണുന്ന സമയത്ത് കുറേ ആൾക്കാർ താളമൊക്കെ കൊട്ടി ഭജന പാടി ഇങ്ങനെ വിശകി വെച്ച് ഞങ്ങളെ കാറ്റൊക്കെ വീശി ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് വെളിയിൽ വരുന്നവർ, അവിടുത്തെ ഉള്ള ആൾക്കാർ എല്ലാവരും ആറാട്ട് ദിവസമല്ലേ, ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് മാരാമണ്ണോട്ട് പോകുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചമയാഘോഷം ഉണ്ടായിരുന്നു. കൊറ്റംകുളങ്ങരയിൽ ബ്ലോക്കില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.